മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ഞാനൊരിക്കൽ പാർത്താസിൻ്റെ ടെക്സ്റ്റൈൽസിൽ പോവാനൊരു ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിനെ എനിക്ക് നല്ലോണം അറിയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് തുടങ്ങിയ കാലത്ത് കുറേ പേരുടെ മുമ്പിൽ കൈനീട്ടി കിട്ടുന്ന ചെറിയ ചെറിയ പൈസ കൊണ്ടാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ പൈസയൊന്നും തന്നില്ല. എന്നാലും എനിക്ക് വലിയ ഇതുപോലെ നിങ്ങളോട് വിവരിക്കാവുന്ന ഒരു അനുഭവത്തിൻ്റെ സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചു. ചെറിയൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഞാൻ പോയത് ഏതാണ്ട് ഇടവമിഥുന മാസകാലത്തിലാണ്. ഇത് കഴിഞ്ഞ് കർക്കിടകണ്ട ചിങ്ങേണ്ട. ഈ ചിങ്ങമാസത്തിലെ ഓണത്തിന് ആ പാർത്താസുകാര് കോടിക്കണക്കിന് രൂപയുടെ സാരി തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലത്തു നിന്നൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തിട്ടാണ് റീറ്റെയിലായിട്ട് വിൽക്കുന്നത്. അപ്പം മധുരയിൽ നിന്നോ കാഞ്ചീപുരത്ത് നിന്നോ സാരി കൊണ്ടുവന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ വലത് സൈഡിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞാൻ പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. വേണ്ട, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഈ കാഞ്ചീപുരത്ത് നിന്ന് വന്ന വ്യക്തി ഒരു 5-6 മോഡൽ സാരി പാർത്താസിൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. അദ്ദേഹം അതെല്ലാം നോക്കി. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. വില ചോദിച്ചു. അപ്പോൾ അതിന് 4000 രൂപയ്ക്ക് ആണ് ഈ ടെക്സ്റ്റൈൽസുകാർക്ക് കൊടുക്കുന്നത്, 6000-6500 രൂപയ്ക്ക് വിൽക്കാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ കുറേ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാമ്പിളായിട്ട് കൊണ്ടുവന്ന സാരിയൊക്കെ തിരിച്ചു കൊടുത്ത് ഒരു സാരി പാർത്താസിൻ്റെ ഉടമസ്ഥൻ എടുത്തിട്ട് പറഞ്ഞു, ഈ സാരി എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് വേണം, എൻ്റെ വൈഫിന് കൊടുക്കാൻ. അതിന് ഞാൻ എത്ര രൂപ തരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കാഞ്ചീപുരത്ത് നിന്ന് വന്ന ആൾ പറഞ്ഞു, 4000 രൂപയ്ക്കാണ് നമ്മൾ തരുന്നത്, നിങ്ങളുടെ വൈഫിനായതുകൊണ്ട് 3500 രൂപ മതി എന്ന് പറഞ്ഞു. ഈ 3500 രൂപ എടുത്ത് കൊടുക്കാൻ പോകുന്ന സമയത്ത് പാർത്താസിലെ ഒരു ജോലിക്കാരൻ വന്ന് പറഞ്ഞു, സാറേ, ഈ സാരി അങ്ങ് മേടിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതൊന്ന് തുറന്നു നോക്കിയിട്ട് എങ്ങനെയാ ഉണ്ടെന്ന് നോക്കാം, ഒന്ന് ജസ്റ്റ് അൺഫോൾഡ് ചെയ്യാം. അപ്പോൾ ഈ കാഞ്ചീപുരത്ത് വന്ന ആൾ പറഞ്ഞു, പെർഫെക്റ്റ് സാരിയാണ്, തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. പക്ഷേ പാർത്താസിലെ ഉടമസ്ഥൻ പറഞ്ഞു, ശരി, എന്താ വേണ്ടിച്ചാൽ ചെയ്തോളാൻ ജോലിക്കാരനോട് പറഞ്ഞു. അപ്പം ജോലിക്കാരൻ കുറച്ച് മാറി നിന്ന് ആ സാരി മുഴുവൻ അങ്ങോട്ട് ജസ്റ്റ് അൺഫോൾഡ് ചെയ്തു. ഫോൾഡ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണുകൊണ്ടൊന്നും കണ്ടില്ല, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നില്ല. പക്ഷെ ആ ജോലിക്കാരൻ്റെ കണ്ണിൽ അയാളൊരു കാര്യം കണ്ടു. ആ സാരിയിലെ ഇടയ്ക്ക് ഒരു നൂല് വിട്ടുപോയിരിക്കുന്നു. ആ ഗ്യാപ്പ് കാണാം. വളരെ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ. അപ്പൊ ഇയാള് പാർത്താസിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, സാർ, ഇവിടെ ഒരു നൂല് കുറവുണ്ട്, അത് ശ്രദ്ധിച്ചാൽ കാണും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ മടക്കി അവിടെ വെച്ചിട്ട് അയാൾ പോവുകയും ചെയ്തു. ജോലിക്കാരൻ പോവുകയും ചെയ്തു. ഈ പാർത്താസുകാരൻ ചോദിച്ചു, കണ്ടില്ല, ആ സാരി ഒരു നൂല് കുറവുണ്ട്, നിങ്ങളെനിക്ക് 3500 രൂപയ്ക്ക് ആ സാരി എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പേഴ്സണൽ ആവശ്യത്തിന് തരാമെന്ന് പറഞ്ഞതാണ്. ഇനി ഞാൻ എത്ര രൂപയാണ് തരേണ്ടത്? ഒരു നൂല് കുറവുണ്ട്. അയാൾ ഉടനെ തന്നെ അതിൻ്റെ വില 2500 ആക്കി. 3500 രൂപയിൽ നിന്ന് 2500 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ 2500 രൂപ കൊടുത്തിട്ട് അയാൾ ആ സാരി വാങ്ങിക്കുകയും ചെയ്തു പാർത്താസിൻ്റെ ഉടമസ്ഥൻ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു പാഠമാണത്. ഞാൻ ആ ഭയങ്കരം എന്ന വാക്ക് ഉപയോഗിച്ചത് വെരി ബിഗ് എന്ന അർത്ഥത്തിലാണ്, അല്ലാണ്ട് ഭയത്തിനെ ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ഒരു നൂല് അവിടെ നിന്ന് മാറിയപ്പോഴാണ് ആ സാരിക്ക് 1000 രൂപ കുറഞ്ഞത്. ആ നൂല് അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അത് 3500 രൂപയ്ക്കാണ് വിൽക്കുക. ഒരു നൂല് മാറിയപ്പോ 2500 ആയി. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാം, ഒരു നൂലിന്റെ വിലയാണോ 1000 രൂപ? അല്ല. അത്രയും വലിയ സാരിയിൽ എത്ര നൂലുണ്ടായാൽ ആ നൂലിനൊക്കെ 1000 രൂപ വിലയില്ലല്ലോ. പക്ഷേ ഏതൊന്നാണോ ചില സ്ഥലത്ത് ഉണ്ടാകേണ്ടത് അത് അവിടെ
ഉണ്ടായില്ല എങ്കിൽ അവിടെയാണ് ഡീവാല്യുവേഷൻ നടക്കുക. അവിടെ ആ സാധനത്തിന് മൂല്യച്യുതി സംഭവിക്കും, വില കുറയും, അംഗീകാരം കുറയും, അപ്രീസിയേഷൻ കുറയും, ആകർഷകത്വം കുറയും, പ്രായോഗികതയിൽ അത് സ്വാധീനിക്കും. നമ്മുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ വളരുമ്പോൾ അമ്മയുണ്ടാവുക, ആ അമ്മ അമ്മയുടെ ദൗത്യം നിർവഹിക്കുക. അച്ഛനുണ്ടാവുക, അച്ഛൻ അച്ഛന്റെ ദൗത്യം നിർവഹിക്കുക. സഹോദരി സഹോദരന്മാരുണ്ടാവും, അവരുടെ ദൗത്യം നിർവഹിക്കുക. അതുപോലെ ഒരു കമ്പനിയിലെ മാനേജർ, ഹെഡ് ക്ലർക്ക്, ആ കമ്പനിയിലെ അക്കൗണ്ടന്റ്, അവരെല്ലാം ഉണ്ടാവുക. അവരവിടെ ഇല്ല എങ്കിൽ ആ കമ്പനിക്ക് എന്ത് പ്രശ്നം വരുമോ, ആ കമ്പനി ഡിവാല്യുവേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ പേരും ബാക്കിയെല്ലാം താഴും. ഒരുപക്ഷെ ആ കമ്പനിയിൽ ഒരാള് അക്കൗണ്ടന്റ് ആയിട്ടോ MD ആയിട്ടോ ജോയിൻ ചെയ്തില്ല എങ്കിൽ വേറൊരാൾ അവിടെ വന്ന് ജോയിൻ ചെയ്യും. ഈ പർട്ടിക്കുലർ നൂല് നേരത്തെ തന്നെ മിസ്ഡ് ആയിരുന്നു എങ്കിൽ വേറൊരു നൂല് ആ സ്ഥാനത്ത് സാരിയിലുണ്ടാവും. അപ്പോ ആ നൂല് അവിടെ വന്നതിന് ശേഷമാണ് ആ നൂല് എങ്ങനെയോ മുറിഞ്ഞു പോയത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഗ്യാപ്പുള്ളത്. അപ്പോ ഒരു കസേരയിൽ ഒരാൾ ഇരിക്കാൻ ഉണ്ട്, അയാൾ അബ്നോർമലായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത ആളെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ അയാൾ വരാതിരിക്കുന്നു, അല്ലെങ്കിൽ 7 ദിവസം ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് പൂക്കളത്തിന് പോകുന്നു, അതല്ലെങ്കിൽ ഓണസദ്യ ആഘോഷിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ലീവും മറ്റൊന്നും കൊടുക്കാതെ അയാളുടെ വീട്ടിലെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഇതൊക്കെ കസേരയിൽ ഉണ്ടായിരിക്കേണ്ട ആളില്ലാതെയാവാം. അയാൾ ആ ജോലിയിൽ തന്നെ ചേർന്നില്ല എങ്കിൽ വേറൊരാൾ ഓട്ടോമാറ്റിക്കലി ആ ജോലി കിട്ടിയിട്ട് ആ കസേരയിൽ ഉണ്ടാവും. ഈ നൂലവിടെ നേരത്തെ തന്നെ ഇല്ലായിരുന്നു എങ്കിൽ ഈ സാരി ഉണ്ടാക്കുന്ന സമയത്ത് വേറൊരു നൂല് ആ സ്ഥാനത്ത് വരുമായിരുന്നു. വേറൊരു നൂല് വരാതിരിക്കാൻ കാരണം ഈ നൂല് ആ സ്ഥാനത്തുണ്ടായിരുന്നു, എന്നിട്ട് അത് പൊട്ടിപ്പോവുക ചെയ്തത്, അല്ലെങ്കിൽ അബ്നോർമൽ ആവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ വീട്ടിലും ഈ പാത്താസിലെ സാരിയിൽ നിന്ന് പഠിക്കാനുള്ളത് ഇതാണ്. ഒരു നൂലിന് 1000 രൂപയില്ല, ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് ഉണ്ടായിരുന്ന നൂല് ഇല്ലാത്തതുപോലെ ആയപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിപ്പോയപ്പോൾ, അത് ഏതോ കാരണത്താൽ മാറിപ്പോയപ്പോൾ ആ സാരിയുടെ വില കുറഞ്ഞതുപോലെയാണ് നമ്മുടെ സംഘടനകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലും ഓരോ സ്ഥലത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഒരാൾ ഇരുന്ന് അയാൾ ഇല്ലാതെയാവുകയോ ഇല്ലാത്തവനെ പോലെയാവുകയോ ചെയ്താൽ സംഭവിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു വ്യക്തിക്ക് അത്ര വാല്യൂ ഇല്ലെങ്കിലും ഒരു ചെയിനില്, ഒരു കണ്ണിക്ക്, ഒരു വലിയ ചങ്ങലയില് ഒരു കണ്ണിക്ക് എത്ര വാല്യൂ ഉണ്ടോ ആ വാല്യൂ ആണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഒരാൾ ഉണ്ടായിട്ട് ഇല്ലാത്ത ആളെ പോലെ സംഭവിക്കുന്നത് എന്നറിയാൻ എനിക്ക് ഈ പാർത്താസിലെ ഈ സംഭവം വളരെ വളരെയേറെ പ്രയോജനപ്പെട്ടു. നമ്മളൊരാളെ ഒന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അയാളെ ഏറ്റെടുത്തില്ല എങ്കിൽ കുഴപ്പമില്ല, ഏറ്റെടുക്കുകയും ചെയ്യുക, എന്നിട്ട് അയാൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. അയാളുടെ റോള് അയാൾ ഇല്ലാത്ത ആളെ പോലെ ആക്കി തീർക്കുമ്പോൾ സംഭവിക്കുന്ന ഡീവാല്യുവേഷൻ ആണ് ഒരു സാരിയുടെ ചെറിയ സംഭവത്തിലൂടെ നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.